അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നെട്ട ഡാമിലാണ്. അപ്പോൾ നെട്ട ഡാമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെട്ട ഡാമിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ നെട്ട ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആറാട്ടുകുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആറാട്ടുകുഴിയിൽ നിന്ന് നേരെ താഴോട്ടാണ്, താഴോട്ട് കിടക്കുന്ന റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ നെട്ട ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടും കേരള ബോർഡറിലാണ് ചെയ്യുന്നത്. കേരള ബോർഡർ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തമിഴ്നാട്ടിലോട്ടാണ് കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് നെട്ട ഡാമാണ്. നെട്ട ഡാമിൻ്റെ പാലത്തിൻ്റെ താഴെയാണ്, നമ്മുടെ കേരള ബോർഡറിൻ്റെ അവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ നേരെതായ ഒരു ആമ്പൽ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം തമിഴ്നാടാണ്. അപ്പോൾ നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത് തമിഴ്നാട് ബോർഡറാണ് അതൊക്കെ. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നമ്മൾ ഈ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇതുവഴി പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആകപ്പാടെ ഒരു സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം ആ പാലത്തിൻ്റെ താഴെ സ്റ്റാർട്ടിങ് നമ്മൾ ആ ബോർഡർ, കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇറങ്ങി ഷൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ മനോഹരമായിട്ടുണ്ട് കേട്ടോ, മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങി ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ പാലത്തിൻ്റെ താഴെ ഇപ്പോൾ കാണുന്ന ഈ പാലം ഇതാണ്. ഈ പാലത്തിൻ്റെ ഇവിടെയാണ്, ഇതിൻ്റെ അപ്പുറത്താണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രമേ നമ്മൾ ഇറങ്ങി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് തമിഴ്നാടാണ്. അതായത് തമിഴ്നാടാണ് ഈ ഭാഗമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴുള്ള ഷൂട്ടിങ്ങാണ്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഇവിടെയൊക്കെ വൈകിട്ടൊക്കെ ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല ലൊക്കേഷനാണ് കേട്ടോ, നല്ല കാണാനും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ചൂണ്ടയിടാനൊക്കെ ആൾക്കാർ വരുന്നൊരു സ്ഥലം കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഷൂട്ട് ചെയ്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈകിയാണ് ഷൂട്ട് ചെയ്തത്. അതായത് നേരം സന്ധ്യ ഇരുട്ടാറായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങാത്തത്. പക്ഷേ ഇറങ്ങി ഷൂട്ട് ചെയ്തെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കുറച്ചും കൂടെ വീഡിയോസ് നമുക്ക് കിട്ടുമായിരുന്നു. നമ്മളിപ്പോൾ ഇത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പം എടുത്ത വീഡിയോസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഇരുന്ന് ഒന്ന് റിലാക്സേഷൻ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ ഇറങ്ങി നല്ലൊരു വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ വീഡിയോയിൽ, കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വൈകിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നല്ല തണുത്ത കാറ്റൊക്കെ ലഭിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.